എങ്ങനെയുണ്ടായിരുന്നു രണ്ടുപേരും സിനിമയുടെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ സോഷ്യൽ എലമെന്റ് ആയിട്ട് 2K കിഡ്സിന് റിലേറ്റ് ചെയ്യാവുന്ന ടോപ്പിക്കാണ്. ഇന്നത്തെ യുവാക്കൾക്ക് റിലേറ്റ് ചെയ്യാൻ ടോപ്പിക്കാണ്. അല്ല, കേരളത്തിൽ ഈ ഒരു വിഷയം മാത്രമല്ല, ഒരുപാടുണ്ട്. പക്ഷേ ഇത് മെയിനാണ്. കാരണം ഒരുപാട് വഞ്ചിക്കപ്പെടുന്നുണ്ട്, ഒരുപാട് പേര് പെട്ട് കിടക്കുന്നുണ്ട്, റിട്ടേൺ വരാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്നുണ്ട്. റിട്ടേൺ വന്നാലും അവസ്ഥ എന്താ പറയുക, ഒരുപാട് കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന കുറേ കൾച്ചറുണ്ട്. ഈ കുറേ പിള്ളേർ അങ്ങോട്ട് കയറുക, അവിടെ ചെന്നാൽ രക്ഷപ്പെടുന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. രക്ഷപ്പെടേണ്ട ആൾക്കാരാണെങ്കിൽ ഇവിടെ നിന്ന് രക്ഷപ്പെടും. പിന്നെ നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, അത് വേൾഡിൽ എവിടെ ചെന്നാലും കിട്ടില്ല കേട്ടോ. ആ അല്ല, എൻ്റെ അനിയൻ UK ഇവിടെ ഉള്ള ഫാമിലി ലൈഫ് അല്ല അവിടെ ഉള്ള. അവൻ അവിടുത്തെ സിറ്റിസണായി കിട്ടിപ്പോയി, വേറെ വഴിയില്ലാത്ത പോയതാ. അല്ലല്ല, അവനൊരു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ പോയതാ. അല്ലല്ല, അവന്റെ അച്ഛൻ അവിടെയാണ്, അമ്മ അവിടെയാണ്. പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇവിടെയും പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ അലഞ്ചോസ് പെരേര പോലെ ആൾക്കാരെല്ലാം ഇവിടെ നിന്ന് പൈസ ഉണ്ടാക്കുന്നുണ്ട്. നീ വല്ലവന്റെ കാര്യം പറയുന്നില്ല, എനിക്ക് ആരുടെ കാര്യം പറയാനല്ല, മറ്റൊരാളുടെ കാര്യം പറയാനല്ല. ഞാൻ ജീവിക്കുന്നത് എൻ്റെ നാട്ടിലാണ്. എനിക്ക് എന്തെങ്കിലും തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നൂലാമാലകൾ നമ്മുടെ ഗവൺമെൻറ് പരമായിട്ടുണ്ട്. ഈ പടത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് തടസ്സങ്ങളുണ്ട്. പിള്ളേർക്ക് എന്തെങ്കിലും തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം ചുറ്റും ശരിയാക്കി കൊടുക്കേണ്ടത് ഇല്ല, അവിടെ ഉണ്ടാവണം. പണ്ട് വരവേൽപ്പ് സിനിമയിൽ പറഞ്ഞിട്ടുണ്ട് ഈ മെസ്സേജ്. നല്ല മെസ്സേജാണ് നമ്മുടെ സിനിമയിലൂടെ കാണിക്കുന്നുണ്ട്. പക്ഷെ ശരിയാവാനുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ ശരിയാവാനുണ്ട്. ഇപ്പോൾ UK ഓസ്ട്രേലിയയിൽ പോകാനുള്ള കുറച്ച് പേരുടെ പൈസയും വാങ്ങിയിട്ട് ഒരാൾ മുങ്ങിയിട്ട് ആ ആളുടെ പ്രശ്നം വന്നത് എൻ്റെ മുമ്പിലാണ്. ഞാൻ അവരോട് പറഞ്ഞ ഒരു കാര്യമുള്ളൂ, ഇത്രയും 18 ലക്ഷം രൂപ മുടക്കി നിങ്ങൾ ഓസ്ട്രേലിയക്ക് പോണതിന് പോരാ, ഈ ഒരു ടീം ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ, സപ്പോർട്ടുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ പുറത്തേക്ക് പോകും. എനിക്കിപ്പോൾ പോകാൻ പ്ലാനില്ല, കുറച്ചാലും പോകാൻ പ്ലാനില്ല. ആ സ്റ്റാർട്ടപ്പ് എനിക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് പേര് നിർത്തിയല്ല ഞാൻ. അവരങ്ങനെ പോയി, ഞാൻ പിന്നെ ഇതിലേക്കുള്ള പോകുന്നു. വിദേശത്ത് പോകണം ആഗ്രഹമുണ്ട്, പക്ഷേ റിവ്യൂ പറയാൻ പറ്റില്ല. അല്ലേ, റിവ്യൂ പറയാൻ പറ്റില്ല. അല്ലടാ,